സേവർ ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ബട്ടർ ചിക്കനാണ്. റെസ്റ്റോറൻറ്റിലെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് വീട്ടിലുള്ളതൊക്കെ തന്നെ മതി. പിന്നെ അധികമായി വാങ്ങിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്, അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ബട്ടർ ചിക്കൻ എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് ബട്ടർ ചിക്കൻ. അപ്പം എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുകയാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തു. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ബട്ടർ കുക്കറിലേക്ക് ഇട്ടു. കുക്കറിലാണ് കേട്ടോ നമ്മൾ ഇതിന് ഗ്രേവി ആവശ്യമായിട്ടുള്ള ഉണ്ടാക്കിയെടുക്കുന്നത്. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. ബാക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തേക്കാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്തു. അതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് കാഷ്യൂ നട്ട്സാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട്, അടി പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്കിതിൻ്റെ മൂടി വെച്ച് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈയിങ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാനിടുകയാണ്. അങ്ങനെ അത് ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിന് ഗ്രേവി പ്രിപ്പയർ ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാത്തിലും ഞാൻ ബട്ടർ തന്നെ ഉപയോഗിച്ചത്, വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ബട്ടർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ പാനിലെ അതിനകത്ത് കുറച്ച് ബട്ടറും ആ ചിക്കൻ്റെ ഫ്ലേവറും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഒഴിച്ചു. പിന്നെ നമ്മൾ കുക്കറിൽ ചെയ്ത് വെച്ചിരുന്ന അത് നമ്മൾ ഒരു മിക്സിയിലിട്ട് അരച്ച് നല്ല ഗ്രേവി ആക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്രേവി ആഡ് ചെയ്തല്ലോ, അപ്പം ഒരുപാട് തിക്കാണ് ഗ്രേവി എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ തിക്നെസ് കറക്റ്റ് ആക്കണം. ബട്ടർ ചിക്കൻ ഗ്രേവി കുറച്ച് തിക്കാണ്, എന്നതിന് ഒരുപാട് കൂടിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടെന്ന് കറക്റ്റായിട്ട് നോക്കിക്കോണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം കഴിയാറായി. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ 2 ഇൻഗ്രീഡിയൻറ്റ് വീട്ടിലില്ലാത്ത വാങ്ങണമെന്ന് തോന്നില്ല. അതിലൊന്നാമത്തെയാണ് നമ്മുടെ ഫ്രഷ് ക്രീം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത് പുറത്തുനിന്ന് വാങ്ങേണ്ട ഇൻഗ്രീഡിയൻ്റാണ് കസൂരി മേത്തി. ഇത് നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ കാണത്തില്ല, നമ്മൾ മലയാളികൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം കസൂരി മേത്തിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയി. ബട്ടർ ചിക്കൻ ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണ് ബട്ടർ ചിക്കൻ. വീഡിയോ എടുത്തതിൽ ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ടെന്നറിയാം, ബിക്കോസ് ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.